ഹായ് ഡിയർ വൺസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റാമർ എന്ന കവിതയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ശ്രീ കെ സച്ചിദാനന്ദനാണ്. ഇദ്ദേഹം ആദ്യം ഈ കവിത മലയാളത്തിലാണ് എഴുതിയത്, വിക്ക് എന്ന പേരിൽ. പിന്നീട് അദ്ദേഹം തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതാണ് സ്റ്റാമർ. അദ്ദേഹത്തിൻ്റെ ജനനം 1946 അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒരു വേഴ്സറ്റൈൽ റൈറ്ററാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാം. ക്രിട്ടിക്, കോളംനിസ്റ്റ്, ട്രാൻസ്ലേറ്റർ എല്ലാ നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ അനീതികളെക്കുറിച്ചും അനീതികളെ എതിർക്കുന്നതുമായതുമാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും. ഇവിടെ നമുക്ക് കവിതയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, റീഡ് ആൻഡ് എൻജോയ് എന്നുള്ള ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. We can complain because rose bushes have thorns or rejoice because thorn bushes have rose. അബ്രഹാം ലിങ്കൺ പറയുന്നു, നമുക്ക് റോസ് ചെടിയെ കാണുമ്പോൾ വേണേൽ നമുക്ക് പരാതി പറയാം. എന്തെന്ന് വെച്ചാൽ അതിൽ നിറയെ മുള്ളുകളാണ്, തോൺസ് ആണ് എന്ന്. അല്ലെങ്കിലോ സന്തോഷിക്കാം, അതിൽ മുള്ളുകൾ ഉണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ അതിൽ ഉണ്ടെന്ന്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Either we can think positively that there are beautiful roses among the thorns, or we can complain that there are severe thorns in the plant. Different perspectives of different people is shown here. Now, let's read the poem by Sri Sachidanandan. Name of the poem is Stammer. Stammer is no handicap. It is a mode of speech. That means, a stammer is no handicap. It's not a defect, but it's a mode of speech or way of speech. വിക്ക് ഒരു വൈകല്യമല്ല, അതൊരു സംസാര രീതിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കവിത ഇന്നർ മീനിങ് ധാരാളമുള്ളൊരു കവിതയാണ്. സർഫസ് മീനിങ് മാത്രം നോക്കിയാൽ പോരാ. ഭാഷയുടെ അപൂർണതയാണ് ഇവിടെ കാണിക്കുന്നത്. ഭാഷയുടെ മാത്രമല്ല, നമ്മളുടേതും ഇംപെർഫെക്ഷൻസ് ആണ് ഈ കവിതയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് മുഴുവനായും നമുക്ക് ആവിഷ്കരിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. We fail to transform what is in our mind to words. We often cannot completely convey our thoughts and feelings through words, and we pause in between. That is, we stammer. മനസ്സിലുള്ളത് മുഴുവനും പറയാൻ കഴിയാതെ നാം വിക്കുന്നു. And it's a silence in between the word and its meaning, just as lameness is the silence that falls between the word and deed. It's a silence in between the word and its meaning. വാക്കും അതിൻ്റെ അർത്ഥവും ഇവയ്ക്കിടയിലെ മൗനമാണ് വിക്ക്. നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ ചിന്തിക്കുന്നത് പൂർണ്ണമായും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ജസ്റ്റ് ആസ് ലെയിംനെസ്, മടി അല്ലെങ്കിൽ മുടന്ത്. സൈലൻസ് ഫാൾസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഡീഡ്. Stammer is an evidence for our lameness or laziness which falls in between our words and deeds. പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക. പലപ്പോഴും പലരും പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെയുമാവും. People may say great things, may give advice to other people, but in the real life, their deeds will be completely different from it. You should give respect and freedom to women എന്നൊക്കെ പറയും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാണ്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീകളെ ബഹുമാനിക്കണം, അങ്ങനെ പല കാര്യങ്ങളും പറയും. ബട്ട് ഇൻ റിയൽ ലൈഫ് they may not be doing, they may not be respecting, or they may not be considering even the women in their family. അവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ പോലും ബഹുമാനിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാത്തവരാവും ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും വരും. പറയുന്നതൊന്നും
ചെയ്യുന്നത് മറ്റൊന്നുമാകുന്ന അവസ്ഥ. ഓക്കെ, നൗ നെക്സ്റ്റ് ലൈൻസ്. Did stammer precede language or succeed it? Is it only a dialect or a language itself? These questions make a linguist stammer. The poet is asking one thing. Did stammer precede language or succeed it? Which came first, language or stammer? ഏതാണ് ആദ്യമുണ്ടായത്? ഭാഷയാണോ വിക്കാണോ ആദ്യമുണ്ടായത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പിന്നെ അത് ചോദിക്കുന്നു, ഇസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? ഇതൊരു ഡയലക്റ്റ് മാത്രമാണോ, പ്രാദേശിക വ്യതിയാനം, ഭാഷാ വ്യതിയാനം മാത്രമാണോ, അതോ ഒരു ലാംഗ്വേജ്, ഒരു ഭാഷ തന്നെയാണോ? ഡയലക്റ്റ് മീൻസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ഫോംസ് ഇൻ സെയിം ലാംഗ്വേജ്. നമ്മളിപ്പോൾ മലയാളം തന്നെ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർകാർ സംസാരിക്കുന്നത് വേറെ രീതിയിൽ, കോഴിക്കോടുകാർ വേറെ രീതിയിൽ, കണ്ണൂരുകാർ വേറെ രീതിയിൽ, കാസർഗോഡുകാർ വേറെ രീതിയിൽ, തിരുവനന്തപുരംകാർ വേറെ രീതിയിൽ. അതായത് ഒരു ഭാഷ തന്നെ പല രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് നമുക്ക് ഡയലക്റ്റ് എന്ന് പറയാം. അതായത് പ്രാദേശിക വ്യതിയാനങ്ങൾ, ഭാഷയിലുള്ള വ്യതിയാനങ്ങൾ. അപ്പോൾ ഹിയർ പോയിറ്റ് ഈസ് ആസ്കിങ് ഇഫ് ദ സ്റ്റാമർ ഇസ് എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ബൈ ഇറ്റ് സെൽഫ്. These questions may make the linguist stammer. That means they too may not know the answer. Linguist means ഭാഷാ ശാസ്ത്രജ്ഞർ. ഭാഷയെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമൊക്കെ അറിവുള്ളവരോ പഠിച്ചവരോ ആണ് ലിംഗ്വിസ്റ്റ്. Even linguists are not sure about the fact that the habit or the defect in people to communicate properly, the feels and thoughts in their mind, precede the language or succeed it. പറയേണ്ടത് മുഴുവനായും പറയേണ്ട സമയത്ത് പറയാൻ കഴിയാതെ ഇരിക്കുന്ന വിക്ക് എന്ന് പറയുന്ന അവസ്ഥ എല്ലാവർക്കുമുണ്ട്. സോ വിക്ക് ഭാഷയുടെ ഉൽപ്പത്തിക്ക് മുന്നേ ഉണ്ടായതാണോ അതോ ശേഷമാണോ? അതായത് ഇത്തരത്തിലുള്ളത്, ഭാഷ ഉണ്ടായതിന് മുന്നേ തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് നേരാവണ്ണം നമ്മൾ പറയില്ല എന്നുള്ള തീരുമാനം അതിന് മുമ്പാണോ ഉണ്ടായത് അതോ അതിന് ശേഷമാണോ ഉണ്ടായത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഹിയർ പോയിറ്റ് ഈസ് ആസ്കിങ്. പോയിറ്റ് ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം ഭാഷാ ശാസ്ത്രജ്ഞർക്ക് പോലും പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. There are situations where we hesitate to tell whatever is in our mind. That stammer is in us, and he is asking these questions to us. Next lines. Each time we stammer, we are offering a sacrifice to the God of meanings. When a whole people stammer becomes their mother tongue, just as it's with us now. Each time we stammer, we are offering a sacrifice to God of meanings. That means whenever we hesitate to speak whatever is in us or what should be spoken, we are sacrificing ourselves to the God of meaning. ഓരോ തവണ നമ്മൾ വിൽക്കുമ്പോഴും, അതായത് ഓരോ തവണ നമ്മൾ പറയേണ്ടത് പറയാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ പറയേണ്ട അർത്ഥത്തിൽ പറയാതിരിക്കുമ്പോഴും അർത്ഥത്തിൻ്റെ ദേവന് നമ്മൾ സ്വയം ബലിയർപ്പിക്കുന്നു. ഏതർത്ഥത്തിൽ പറയണമോ അത് പറയാതെ മറ്റൊരു തരത്തിൽ മാറ്റി പറഞ്ഞുകൊണ്ട് അർത്ഥത്തിൻ്റെ ദേവനോട് നമ്മൾ തെറ്റു ചെയ്യുന്നു. When a whole people stammer becomes their mother tongue. When all people do speak in this way, the way in which they hide or hesitate to say what they should say, it becomes a mother tongue. അതൊരു മാതൃഭാഷയാകുന്നു. അതായത് എല്ലാവരും വിൽക്കുകയാണെങ്കിൽ വിക്കൊരു മാതൃഭാഷയാകുന്നു. എല്ലാവരും വിൽക്കുക എന്നുള്ള അത് ഏതർത്ഥത്തിലാണ് പറയുന്നത്? ഒരു വൈകല്യമെന്നുള്ള അർത്ഥത്തിൽ, സ്പീച്ച് വൈകല്യം, അതായത് സംസാര വൈകല്യം എന്നുള്ള അർത്ഥത്തിലല്ല. അതായത് പറയേണ്ടത് പറയാതെ ഇരിക്കുക എന്ന ശീലം എല്ലാവർക്കും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മാതൃഭാഷയായി മാറും. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് us now. ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ. വി ഓൾ ആർ സ്റ്റാമറിങ് ഓഫൺ. വി ഓഫൺ സ്പീക്ക് ലൈസ് നോയിങ്ലി. നമ്മൾ മനഃപൂർവ്വം ചില പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, നമ്മൾ കള്ളങ്ങൾ പറയും. അതൊക്കെ നമ്മളിലുള്ള വൈകല്യമാണ്, ഇംപെർഫെക്ഷൻസ് ആണ്.
അതാണ് സ്റ്റാമർ. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിലോ അത് അവിടുത്തെ മാതൃഭാഷയായിട്ട് മാറും. എല്ലാവരും മലയാളം പറയുമ്പോൾ മലയാളം മാതൃഭാഷയാവുന്നു. എല്ലാവരും ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാതൃഭാഷയാണു. അങ്ങനെ എല്ലാവരും അവനവൻ്റെ ഉള്ളിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അതാണ് മാതൃഭാഷയാകുന്നത്, ഇല്ലേ? അങ്ങനെ എല്ലാവരും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്റ്റാമർ എന്ന് പറയുന്ന നമ്മുടെ വൈകല്യവും ഇംപെർഫെക്ഷനും അത് മാതൃഭാഷയായി മാറുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ. God too must have stammered when he created man. That's why all the words of man carry different meanings. That is why everything he utters, from his prayers to his commands, stammers like poetry. Last stanza ശ്രദ്ധിക്കൂ. God too must have stammered when he created man. Sachidanandan says, God too must have stammered when he created man. No man is perfect. Everyone has imperfections in them. Here he says about the creations. We are God's creation. God created us imperfect. Our language is thus imperfect. സൃഷ്ടി തന്നെ അപൂർണമാണ്. ഭാഷ അപൂർണമാണെങ്കിൽ അതിൻ്റെ സൃഷ്ടികർത്താവും അപൂർണമാണ്. Linguists fail to answer us. So linguists are imperfect. God too stammered. So God is also imperfect. ദൈവം വിക്കി എന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നു. That's why everything is imperfect. That's why all the words of man carry different meanings. All the words of man carry different meanings. വാക്കുകൾ തന്നെ ദുരൂഹമാണ്. വാക്കുകൾക്ക് കൃത്യമായൊരു അർത്ഥം ഇല്ല. We do apply words in different context in different meanings. പല സന്ദർഭങ്ങളിലും പല അർത്ഥങ്ങളിൽ നമ്മൾ വാക്കുകളെ ഉപയോഗിക്കുന്നു. എന്താണ് ഒരു വാക്കിൻ്റെ കൃത്യമായ അർത്ഥം? അതാർക്കും അറിയില്ല. That's why everything he utters, from his prayers to his commands, stammer like poetry. He says that that's why whatever we say is having different meanings, from prayers to commands. നമ്മളുടെ പ്രാർത്ഥനകൾ മുതൽ ആജ്ഞകൾ വരെ വ്യത്യസ്ത അർത്ഥത്തിലാകുന്നത് അതുകൊണ്ടാണ്. Like poetry. Last expression in the poem. Poetry. Every poetry can be interpreted in different ways. We can see even in this poem, Stammer, the peripheral meaning is about a handicap called stammer, a speech problem. But the poet intends to speak about the defective nature of our society, of everyone in the society. But he is talking about stammer. വിക്ക് എന്ന ഒരു സംസാര വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ആളുകളുടെ നിഷ്ക്രിയത്വമാണ്, വൈകല്യമാണ്. സമൂഹത്തിന് ഉള്ള വൈകല്യം, ദൈവത്തിന് പോലും ആ വൈകല്യമുണ്ടെന്ന് കവി പറയുന്നു. അതാണ് ഓരോ കവിതയും. കവികൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരു രീതിയിൽ കവിതയിലൂടെ പറഞ്ഞു വയ്ക്കും. All poets and all poetry are like this. They give high messages to the society, open eyes of society by speaking about something concrete to convey an abstract idea. Okay. Now let's have a look into the figure of speech in the poem. Simile. Simile രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. Just as lameness is the silence. Next line. Whole people stammer. Stammer becomes their mother tongue, just as it's with us now. In these lines, simile is used, and metaphor is also used in this poem. Metaphor. Stammer is itself a metaphor that refers to the imperfections we have on earth. Imperfections we are having within us, or imperfections in everybody. So stammer is a metaphor and simile is also used, and he is repeating the word stammer throughout this poem, and to clarify the imperfections or clarifying the idea of imperfection in this poem, he is repeatedly using the word stammer. അപ്പോൾ simile, metaphor എന്നീ പറയുന്ന രണ്ട് ഫിഗർ ഓഫ് സ്പീച്ചുകളും ഇതിൽ
ഉപയോഗിച്ചിട്ടുണ്ട്. Okay, I hope you understood the poem. Now, you people may have different perspective about this poem and you can derive your own assumptions. Okay, so read the poem and enjoy. ഈ കവിത 2-3 തവണ ഒക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ കണ്ടുപിടിക്കാനാവും. അത് കണ്ടെത്തുക. ഇതിലെ മറ്റു പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാണെന്നുള്ളതും കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു പോയത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അപ്രിസിയേഷൻ എഴുതാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അടുത്തത് അത്തരത്തിലുള്ളൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു വെരി മച്ച് നൗ.